100 കോടി ക്ലബിൽ റെക്കോർഡ് തീർത്ത വർഷമായിട്ടും മലയാള സിനിമയിൽ പ്രതിസന്ധി മാറുന്നില്ല. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആകുന്ന പ്രവണത തുടരുകയാണ്. അതേസമയം ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾ ഭേദപ്പെട്ട കളക്ഷനുമായി മുടക്കുമുതൽ തിരിച്ചുപിടിക്കുകയും ചെയ്യുന്നു. അടുത്തിടെ ഇറങ്ങിയ അയാം കാതലാൻ, സ്വർഗം, സൂക്ഷ്മദർശിനി തുടങ്ങിയ ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകരെ വലിയ തോതിൽ ആകർഷിക്കുന്നു. വലിയ താരങ്ങൾ ഇല്ലാതിരുന്നിട്ടും മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ ഇത്തരം സിനിമകൾക്ക് സാധിക്കുന്നുണ്ട്. 4 കോടി ബജറ്റിലാണ് സ്വർഗം എന്ന ചിത്രം തിയേറ്ററിലെത്തിയത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്കായി. ഈ പ്രവണത ക്രിസ്മസ് ചിത്രങ്ങൾക്കും ഗുണം ചെയ്യുമെന്നാണ് സിനിമാ മേഖലയുടെ പ്രതീക്ഷ. 2024 ആദ്യ പകുതിക്ക് ശേഷം തിയേറ്ററിലേക്ക് വരാൻ പ്രേക്ഷകർ മടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മികച്ച സിനിമകൾ റിലീസ് ചെയ്യാത്തതിനൊപ്പം സിനിമാ രംഗത്തെ വിവാദങ്ങളും പ്രേക്ഷകരെ അകറ്റി. പല തിയേറ്ററുകളും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താനും ഇത് കാരണമായി. ഈ വർഷം ഇതുവരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ എണ്ണം 200-ന് അടുത്തെത്തി. കേവലം 2 ദിവസം കൊണ്ട് തിയേറ്റർ വിട്ട ചിത്രങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നു. OTT, ഓവർസീസ് വിൽപ്പന, സാറ്റലൈറ്റ് റൈറ്റ്സ് തുടങ്ങിയ പ്രലോഭനങ്ങൾ വീഴ്ത്തിയാണ് നിർമ്മാതാക്കളെ പ്രോജക്റ്റുകളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ മലയാള സിനിമയിൽ നിലവിൽ OTT റൈറ്റ്സ് വിൽപ്പന ശോകമാണ്. തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾ മാത്രമാണ് OTT പ്ലാറ്റ്ഫോമുകൾ വാങ്ങുന്നത്, അതും വളരെ കുറഞ്ഞ തുകയ്ക്ക്. തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾക്ക് പോലും ചെറിയ തുകയാണ് ലഭിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമുകൾ സിനിമകൾ ഷെയർ ചെയ്യുന്ന രീതിയും വ്യാപകമായിട്ടുണ്ട്. ഇതും സിനിമാ മേഖലയ്ക്ക് ആത്യന്തികമായി തിരിച്ചടിയാണ്.